വ്യക്തമായ രീതിയിൽ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള, പടച്ച റബ്ബിന് ഏറ്റവും കോപമുള്ള സംഗതിയാണ് ത്വലാഖ് എന്ന് പറയുന്നത്. ഇവിടെ മുസ്ലിം സഹോദരങ്ങൾ ത്വലാഖ് ചൊല്ലുന്നുണ്ട് എന്ന് പറയുമ്പോഴും നമ്മളൊക്കെ സത്യത്തിൽ പഠിക്കേണ്ടത് ആദ്യമായിട്ട് ത്വലാഖ് ചൊല്ലുന്നതിനെ പ്രൊമോട്ട് ചെയ്യുന്ന മതമാണോ ഇസ്ലാം എന്നുള്ളതാണ്. ത്വലാഖ് ചെല്ലുന്ന വ്യക്തിക്ക് എന്തെങ്കിലും ഓഫർ വിശുദ്ധ ഇസ്ലാം നൽകുന്നുണ്ടോ? അദ്ദേഹത്തിന് സ്വർഗത്തിലേക്ക് എന്തെങ്കിലും ഒരു പദവി ഖുർആൻ കൊടുക്കുന്നുണ്ടോ? പ്രവാചകൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ? ഖബറിൽ നിന്ന് ശിക്ഷ ഇളവ് കൊടുക്കുന്നുണ്ടോ? മഹ്ശറിയിലുള്ള നൃത്തത്തിന്റെ കുറവ് അവന് രേഖപ്പെടുത്തുന്നുണ്ടോ? ഒന്നുമില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. എന്ന് മാത്രമല്ല, ത്വലാഖ് ചൊല്ലപ്പെടുന്നതാകുന്ന സഹോദരി കാരണമുണ്ടായിട്ടാണ് മുഅ്മിനാകുന്ന സഹോദരൻ ത്വലാഖ് ചെല്ലുന്നതെങ്കിൽ പോലും ആ കാരണമുള്ളതാകുന്ന ത്വലാഖ് പോലും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദേഷ്യമുള്ള സംഗതിയാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. قال رسول الله صلى الله عليه وسلم أبغض إلى الله من الحلال الطلاق. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, സ്വഹാബത്തെ ഈ ലോകത്തിന്റെ തമ്പുരാനുണ്ടല്ലോ, ഈ ലോകത്തിന്റെ ജഗന്നിയന്താവുണ്ടല്ലോ, ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവുണ്ടല്ലോ, ആ തമ്പുരാന് ഏറ്റവും ദേഷ്യമുള്ള സംഗതിയാണ് അത്വലാഖ്. പാവപ്പെട്ട സഹോദരിയെ സഹോദരൻ കാരണമുണ്ടായിട്ട് ചൊല്ലിയാൽ തന്നെയും അള്ളാഹുവിന് ദേഷ്യമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ലതുപോലെ ശ്രദ്ധിക്ക്, നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്ക്. നമ്മൾ പാട്ടുപാടി പോകുന്ന ഒരു ദിവസമല്ല, ഖുർആനും ഹദീസും ദീനിയായ ചർച്ചയുമാണ് ഇന്നിവിടെ നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്ക്, ഉപകാരപ്പെടും. വെറുതെ ഒരു പാട്ടുപാടി അല്ലെങ്കിൽ എന്തെങ്കിലും കോമഡി പറഞ്ഞിട്ട് നമ്മൾ സമയം കൊല്ലുന്നില്ല, അങ്ങനല്ല. വഅലിന്റെ മജ്ലിസ് എന്ന് പറയുമ്പോൾ ഈ സദസ്സ് പിരിയുമ്പോൾ നമുക്ക് ധാരാളം അറിവ് കിട്ടണം, അറിവ് സമ്പാദിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അള്ളാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള സംഗതിയാണ് ഒരു പാവപ്പെട്ട സഹോദരിയെ ഒരു സഹോദരൻ കാരണമുണ്ടായിട്ട് തന്നെ ത്വലാഖ് ചൊല്ലലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാണ് സത്യത്തിൽ ത്വലാഖ് എന്ന പദപ്രയോഗം പോലും നമ്മളിൽ നിന്ന് എടുത്തു മാറ്റേണ്ടിയിരിക്കുന്നു? അത് പറയാൻ പോലും പാടില്ല സ്വന്തം ഭാര്യയുടെ മുന്നിൽ. അത്തരത്തിലുള്ള ചർച്ചകൾ പോലും നമുക്ക് പാടില്ല. പിന്നെ ഇത് എന്തിനാണ് മുസ്ലിം സഹോദരങ്ങൾക്ക് പഠിപ്പിക്കുന്നത്? മുസ്ലിമീങ്ങളാകുന്ന സഹോദരങ്ങളെ ഇതിലേക്ക് വലിച്ചഴച്ചിട്ട് പാവപ്പെട്ടതാകുന്ന സഹോദരങ്ങൾക്കെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധത്തിന്റെ ധ്വനി പല ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നുകൊണ്ടുവരുന്നു, പല കിംവദന്തികളും വരുന്നു എന്ന അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ അവരിത് പഠിപ്പിക്കൽ അനിവാര്യമായിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ഇമാം എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്, നിർബന്ധമായും നിങ്ങളിത് പഠിക്കണം, നിങ്ങൾ അറിയണം. എങ്ങനെ നമ്മുടെ ജീവിതത്തെ നമുക്ക് സന്തോഷകരമായി കൊണ്ടുപോകാൻ സാധിക്കും? തലാഖിലേക്ക് എത്താതെ തന്നെ എങ്ങനെ നമ്മുടെ ജീവിതത്തെ സന്തോഷകരമായി കൊണ്ടുപോകാൻ സാധിക്കും? തലാഖിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ വലിയ അപകടമാണ്. പിന്നെ അവന്റെ ഭാര്യയെ തിരിച്ചെടുക്കണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്ക് വരും. അതിന് മുമ്പായിട്ട് ആദ്യമായി എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ അറിയേണ്ട വസ്തുത, പഠിക്കേണ്ട വസ്തുത, എങ്ങനെ ത്വലാഖില്ലാതെ നമ്മുടെ ജീവിതം സന്തോഷകരമായി കൊണ്ടുപോകാം. ദാമ്പത്യ ജീവിതം, നമ്മുടെ കുടുംബ ജീവിതം മനോഹരമായ രീതിയിൽ എങ്ങനെ അത് പരിസമാപ്തിയിലേക്ക് എത്തിക്കാം? നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് വ്യക്തമായ രീതിയിൽ പഠിപ്പിക്കുന്നു എങ്ങനെയാണ് നിന്റെ ജീവിതം കൊണ്ടുപോകേണ്ടത്. എത്രയോ ഹദീസുണ്ട്, എത്രയോ ഖുർആനിക ആയത്തുണ്ട്. നമുക്കിത് പഠിക്കാൻ സമയമില്ലല്ലോ. ഇൽമിന്റെ മജ്ലിസിന്റെ മഹത്വം അതാണ്. ഈ സദസ്സൊക്കെ നമ്മൾ സംഘടിപ്പിച്ച സംഘാടകരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കാരണം എത്ര വല്ല മനോഹരമാകുന്ന സദസ്സാൻ. ഈ വിഷയമൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ്. ഇതൊക്കെ നമ്മൾ പഠിക്കണ്ടേ? ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അറിയണ്ടേ? ഇതൊക്കെ
ഇതൊക്കെ പത്രത്താളുകളിലൂടെ ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ശരിയായിരിക്കും, മുസ്ലിം സഹോദരിമാരെ അകാരണമായിട്ട് അല്ലെങ്കിൽ കാരണമുണ്ടായിട്ടൊക്കെ തലാഖ് ചെല്ലുന്നുണ്ട് എന്നുള്ള ഈ വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഇതിനൊക്കെ നമ്മൾ യെസ് വെച്ചു പോകുന്നതിന് പകരം ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടണ്ടേ, ഇതൊക്കെ സമുദായം പഠിക്കണ്ടേ. കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി 2 മാസം മുമ്പ് നടത്തിയ പത്രസമ്മേളനത്തിലൂടെ വ്യക്തമായ രീതിയിൽ അദ്ദേഹം പറഞ്ഞു, ഈ കൊച്ചു കേരളത്തിലേതാകുന്ന ഈ കൊച്ചു സംസ്ഥാനത്തിലെ ഈ കേരളം എന്ന സംസ്ഥാനത്തിലെ തലാഖ് ചെല്ലപ്പെട്ട വിവാഹമോചന കേസുകളുടെ റിപ്പോർട്ടുകൾ അദ്ദേഹം സമർപ്പിച്ചു. അതിലേറ്റവും കുറവുള്ള ജില്ല മലപ്പുറം എന്ന ജില്ലയാണ്. മലപ്പുറം ജില്ലയാണ് മുസ്ലിമീങ്ങൾ ഏറ്റവും തിങ്ങിപ്പാർക്കുന്ന ജില്ല. എന്നാൽ അല്പം കൂടുതൽ, അതിനേക്കാൾ കൂടുതലുള്ള ജില്ലയാണ് നമ്മുടെ ജില്ല, എറണാകുളം ജില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളത് പഠിക്കൽ അനിവാര്യമാണ്, മനസ്സിലാക്കേണ്ട അനിവാര്യമാണ്. ആ ത്വലാഖിലേക്ക് പോകാതെ എങ്ങനെ നമ്മുടെ ജീവിതം സന്തോഷകരമാക്കാം. എന്തിനാണ് ഒരു പെണ്ണിനെ ത്വലാഖ് ചെല്ലുന്നത്? എന്തിനു വേണ്ടിയാണ് ത്വലാഖ് ചെല്ലുന്നത്? ആ പെണ്ണ് പറയുന്നത് അനുസരിക്കാത്തതിന്റെ പേരിലോ, എന്തിന്റെ പേരിൽ? അല്ലെങ്കിൽ അവളുടെ കറി വെച്ചതിൽ അല്പം ഉപ്പ് കൂടിയതിന്റെ പേരിൽ, അല്ലെങ്കിൽ എരിവ് കൂടിപ്പോയതിന്റെ പേരിൽ, ഇതിന്റെയൊക്കെ പേരിൽ ത്വലാഖ് ചെല്ലപ്പെടുന്ന സഹോദരിമാർ വരെ ഇന്ന് ഈ കേരളത്തിലുണ്ട്. എത്രയോ കേസുകൾ ഓരോ മഹല്ലത്തിലുകളും കെട്ടിക്കിടക്കാൻ. വിവാഹം കഴിക്കുന്നതിനുള്ള അപേക്ഷകളെക്കാൾ കൂടുതൽ വിവാഹമോചനത്തിനുള്ള അപേക്ഷകളാണ് ഇന്ന് മഹല്ലുകളിൽ കെട്ടിക്കിടക്കുന്നത്. നിങ്ങൾ പാലക്കാമുകളിൽ പോയി അന്വേഷിച്ചോളൂ. നമ്മുടെ കേന്ദ്ര മഹല്ലുകളാകട്ടെ, ഏത് മഹല്ലുകളിലും ഉസ്താദുമാരുടെ എപ്പോഴും വന്ന് ഓരോരുത്തരും ചർച്ച ചെയ്യപ്പെടും സഹോദരിമാർ ദൈനംദിനേന കരഞ്ഞുകൊണ്ട് ദുആയിച്ചുകൊണ്ട് വസിയത്ത് ചെയ്യുന്നതും ഭർത്താക്കന്മാരുടെ പ്രശ്നങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഭാര്യമാരുടെ പ്രശ്നങ്ങളായിരിക്കും ഭർത്താക്കന്മാർ പറയാ. ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളാണ്. വിവാഹ ജീവിതം കഴിഞ്ഞു 10 നാൾ കഴിയുന്നതിന് മുമ്പ് ത്വലാഖ്, വിവാഹം കഴിഞ്ഞു 1 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ മുത്തലാഖ്. എന്തൊരു കാലഘട്ടമാണിത്! എന്താണ് ഈ വസ്തുത? നമ്മൾ പഠിക്കണ്ടേ. എന്തിനു വേണ്ടിയാണ് സ്വന്തം ഭാര്യയെ മർദ്ദിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് അവളെ അടിക്കുന്നത്? ഇതൊക്കെ ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ? ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ? തലാഖ് ചെല്ലാൻ വേണ്ടി വിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ മാർഗങ്ങൾ എങ്ങനെയാണ് അത് ചെല്ലേണ്ടത്, അതിന്റെ രീതി എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്? വ്യക്തമായ രീതിയിൽ പഠിക്കണം. കാരണം വിവാഹം കഴിക്കാൻ പഠിപ്പിച്ചത് പരിശുദ്ധ തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അല്ലേ? നിക്കാഹ് മിൻ സുന്നത്തി, നിക്കാഹ് എന്ന് പറയുന്ന മഹത്തായ കർമ്മം, വിവാഹ കർമ്മം, അത് എന്റെ ചര്യയിൽപ്പെട്ടതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വിവാഹ ജീവിതം സുന്നത്താക്കി. ആ പ്രവാചകർ തന്നെ കാണിച്ചു തരണ്ടേ നമുക്ക് നമ്മുടെ ജീവിതവും? പ്രവാചകർ കാണിച്ചു തരുകയും ചെയ്തു, ആ പ്രവാചകർ പഠിപ്പിച്ചു തരുകയും ചെയ്തു. വിശുദ്ധ ഖുർആൻ മുഖേന നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല, ഉറക്കെ പറയിൻ, കൊച്ചാപ്പാടെ പേര് കേട്ടോലെ അനങ്ങായിരിക്കുവാണല്ലോ. ഉമർ ബിൻ ഖത്താബ്, ബഹുമാനം കൊടുക്കേണ്ട ആളുകൾക്ക് നമ്മൾ ബഹുമാനം കൊടുത്തേ പറ്റൂ, ഇല്ലെങ്കിൽ നമ്മളെ ബഹുമാനിക്കാൻ ഒരു കുഞ്ഞും ദുനിയാവിലുണ്ടാവൂല. സ്വഹാബത്തിന്റെ പേര് കേൾക്കുമ്പോ തർദിയത്ത് ചെല്ലണം, റളിയല്ലാഹു അൻഹും പറയണം. പ്രവാചകന്റെ പേര് കേൾക്കുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് മടി കൂടാതെ പറയണം. ഇസ്ലാമിന്റെ അടിസ്ഥാനം തന്നെ തഅലീമു മാ അല്ലമഹുല്ലാഹ് വ തഹ്കീറു മാ ഹഖറഹുല്ലാഹ് എന്നാണ്. അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക, അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കുക, അല്ലാഹു നിന്ദിച്ചതിനെ പരിപൂർണമായി നിന്ദിക്കുക. അതുകൊണ്ടാണ് സ്വഹാബത്തിന്റെ പേര് കേൾക്കുമ്പോ റളിയല്ലാഹു അൻഹും എന്ന് നമ്മുടെ നാവിൻ തുമ്പിൽ വരുന്നത്. അത് യഥാർത്ഥ മുഅ്മിന്റെ നാവിൽ നിന്ന് അത് വരികയുള്ളൂ. അങ്ങനെ പറയുന്നതാകുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ അവന്റെ മക്കള് കാണുമ്പോ അവനെ ബഹുമാനിക്കും, അവനെ കാണുമ്പോ അവൻ എഴുന്നേറ്റ് നിൽക്കും, മക്കൾ എഴുന്നേറ്റ് നിൽക്കും. അതുകൊണ്ട് നിർബന്ധമായിട്ട് ഉറക്കെ ചെല്ലണം. തർദിയത്ത് ചെല്ലുന്നതിനെ, മഹത്വവൽക്കരിക്കുന്നതിനെ നമ്മൾ ആരും കുറവ് വരുത്തണ്ട. വിശുദ്ധ ഖുർആൻ പോലും പറഞ്ഞിട്ടില്ലേ, റളിയല്ലാഹു അൻഹും വറളൂ അൻ. സ്വഹാബത്തിനെ അല്ലാഹുവും തൃപ്തിപ്പെട്ടു, അവർ അല്ലാഹുവിനെയും സംതൃപ്തിപ്പെട്ടു. അപ്പൊ നമ്മളായിട്ട് എന്തിനാ അത് കുറയ്ക്കുന്നത്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എത്ര വലിയ മഹാനാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അമുസ്ലിമായിട്ടാണ് അദ്ദേഹം കടന്നു വന്നത്. മുസ്ലിമായി പിന്നീട് അവസാനം മരണപ്പെട്ടപ്പോഴും മുസ്ലിം, ഈ ലോകത്ത് പ്രവാചകന്റെ ചാരത്ത് അടങ്ങാൻ തൗഫീഖ് കിട്ടിയതാകുന്ന ഒരു വ്യക്തി ഉമർ ബിൻ ഖത്താബ്
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പോലെയല്ലല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന് പ്രത്യേകത എന്താ? റസൂലുള്ളാഹിയെ വധിക്കാൻ വേണ്ടി കടന്നു വന്ന മനുഷ്യനാണ്. അവസാനം റസൂലുള്ളാഹിയുടെ ചാരത്തൊരു ബ്ലാക്ക് കാറ്റ് ആയിട്ട് കിടക്കാൻ തൗഫീഖ് അല്ലാഹു കൊടുത്തില്ല. ഉറക്കെ ചൊല്ലിൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. സാരക്കാരനല്ല, അദ്ദേഹത്തിന്റെ ചരിത്രം പറയാനല്ല, മറിച്ച് മഹാനവറുകളുടെ അടുക്കലേക്ക് ഒരു കൂട്ടം ആളുകൾ ചെന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുക്കൽ പരാതിപ്പെട്ടു. പരാതി മറ്റൊന്നുമല്ല, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർ ഞങ്ങൾ പറയുന്നത് അനുസരണ വർത്തിക്കുന്നില്ല, അവരെ അടിക്കാനുള്ള ഒരു ഓർഡർ അവിടുന്ന് നൽകണം. ഇത് റസൂലുള്ളാഹിന്റെ അടുക്കൽ പോയി നിങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരണം. ഇതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് കൂട്ടുകാർ ആവശ്യപ്പെട്ടത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ ആവശ്യം എന്റെയും കൂടി ആവശ്യമാണ്. കാരണം എന്റെ ഭാര്യ എന്നോട് പല കാര്യങ്ങളും പറയുമ്പോൾ, ഞാൻ അവരോട് പറയുമ്പോഴും ദീനിന്റെ ചില വിഷയങ്ങളൊക്കെ പറയുമ്പോൾ ചെറിയൊരു മാറ്റമൊക്കെ കാണുന്നുണ്ട്, ചെറിയ വർത്താനമൊക്കെ അവരിങ്ങനെ പറയുന്നുണ്ട്. ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടമാണിത് എന്നെന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ ചിന്തിക്കണം. അതുകൊണ്ട് തന്നെ അവരെ ഒന്ന് അടിച്ചാൽ കൊള്ളാം എന്നുള്ള ഒരു തീരുമാനം എന്റെ മനസ്സിലുണ്ട്. പക്ഷേ ഇത് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ പോയി ചോദിക്കണ്ടേ, എന്റെ ആവശ്യം മാത്രമാണെങ്കിലോ എന്ന് കരുതി ഞാൻ മിണ്ടാതിരിക്കുകയാണ്. അപ്പോഴാണ് നിങ്ങൾ ഒരു കൂട്ടം ആളുകൾ ഈ ആവശ്യം ഉന്നയിച്ചു കൊണ്ടുവന്നത്. ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടമാണ്, ആവിർഭാവ കാലഘട്ടം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കൂട്ടുകാരോട് പറഞ്ഞു, ഞാൻ പോയി വടി അന്വേഷിച്ച് ഞാൻ പോയി അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ പോയി അടിക്കാനുള്ള ഓർഡറുമായിട്ടേ തിരിച്ചു വരികയുള്ളൂ. വന്നതിന് ശേഷം നിങ്ങൾ വടി അന്വേഷിച്ച് സമയം കളയണ്ട, ഇപ്പൊ തന്നെ നിങ്ങൾ പോയി വടിയൊക്കെ റെഡിയാക്കി ശരിയാക്കി വെക്കുക. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നേരെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ചെന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഉമ്മമാരോട് ഞാൻ ഇത് ഓർമ്മപ്പെടുത്തുന്നത്, ആദ്യമായി ചരിത്രം പറയുന്നത്, എന്നെ കേൾക്കുന്ന കല്യാണം കഴിഞ്ഞിട്ടുള്ള സഹോദരങ്ങൾ, വിവാഹം കഴിക്കാൻ തുനിയുന്ന സഹോദരങ്ങൾ അറിയണം എങ്ങനെയാണ് നമ്മുടെ ഭാര്യയുമായുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അവരെ നമ്മൾ അടിക്കാനുള്ളതാണോ? വീട്ടിലേക്ക് കൊണ്ടുവന്ന് തല്ലുക, അടിക്കുക, ശകാരിക്കുക, മർദ്ദിക്കുക, ഇതിനു വേണ്ടിയുള്ളതാണോ നമ്മുടെ ഭാര്യ? ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടം ചില കാര്യങ്ങൾ ഭർത്താക്കന്മാർ പറഞ്ഞിട്ട് ഭാര്യമാർ പരിപൂർണമായി അനുസരിക്കാത്ത ഘട്ടം വന്നപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ അടുക്കൽ പരാതിപ്പെടുകയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് അടിക്കാനുള്ള ഓർഡർ കിട്ടാൻ വേണ്ടി കടന്നു ചെല്ലുകയാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. സുന്നത്ത് നമസ്കാരം കഴിഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, മാലക യാ ഉമറോ, മാലക യാ ഉമറോ, ഉമറേ എന്തു പറ്റി ഉമറേ, എന്തിനാണ് നീ വന്നിരിക്കുന്നത് ഉമറേ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, അല്ലാഹുവിന്റെ റസൂലിനോട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, ഞാൻ ഒരാളാണ് അവിടുത്തെ മുന്നിൽ വന്നിട്ടുള്ളതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ ആവശ്യവുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു കൂട്ടം ആളുകളുടെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് അവിടുത്തെ ചാരത്തിന് ഞാൻ വന്നിട്ടുള്ളത് നബിയേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, എന്താണ് ഉമറേ, എന്താണ് ഉമറേ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഹബീബായ നബി തങ്ങളോട് പറയുകയാണ്, നബിയേ നബിയേ, ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങൾ പറയുന്ന പല വിഷയങ്ങളും പരിപൂർണമായി അനുസരണ വർത്തിക്കുന്നില്ല. അവരെ അടിക്കാനുള്ളതാകുന്ന ഒരു ഓർഡർ അവിടുന്ന് അള്ളാന്റെ ഭാഗത്ത് നിന്ന് വാങ്ങിത്തരണേ യാ റസൂലല്ലാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് കേൾക്കേണ്ട താമസം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറഞ്ഞു അത്രേ, ലാ യാ ഉമറോ, ലാ യാ ഉമറോ, ഇല്ല ഉമറേ, ഇല്ല ഉമറേ,
അടിക്കാനുള്ള ഓർഡർ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഇല്ല. അടിക്കാനുള്ള ഓർഡർ അള്ളാഹു ഇതുവരെ നൽകിയിട്ടില്ല. ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഇത് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും സുന്നത്ത് നമസ്കരിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പോകാൻ കൂട്ടാക്കുന്നില്ല. റസൂലുള്ളാഹി സുന്നത്ത് നമസ്കാരം കഴിഞ്ഞ് അല്പനേരം മൗനം അവലംബിച്ചപ്പോ നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഓതിക്കൊടുക്കുകയാണ്. ഹബീബായ നബി തങ്ങൾ ആയത്ത് കേട്ടുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറഞ്ഞു അത്രേ, അബ്ശിർ യാ ഉമറു, അബ്ശിർ യാ ഉമറു, ഉമറേ ഉമറേ നീ സന്തോഷിക്കണേ ഉമറേ, നിന്റെ ആഗ്രഹം പോലെ കൂട്ടുകാരുടെ ലക്ഷ്യം പോലെ അള്ളാഹു അടിക്കാനുള്ള അനുമതി, മോശപ്പെട്ട സ്വഭാവ വൈകല്യമുള്ള ഭാര്യമാരെ അടിക്കാനുള്ള അനുമതി അള്ളാഹു നൽകിയിട്ടുണ്ട് ഉമറേ. പക്ഷേ ചില നിബന്ധനകളുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി. അടിക്കാനുള്ള ചില ഓർഡർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂൽ നിബന്ധനകളുണ്ടെന്ന് കൊണ്ട് പറഞ്ഞു നോക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അവിടെ കാണുന്നില്ല. അടിന്ന് കേട്ടപ്പോൾ ഉമർ ഒരൊറ്റ ഓട്ടം ഓടിച്ചു. മൂപ്പരുടെ നിയ്യത്ത് അതാണ്, വന്നിരിക്കുന്നതിന് വേണ്ടിയാണ്. ഈ അടിയുടെ ആവശ്യ പൂർത്തീകരണം കിട്ടാൻ വേണ്ടിയാണ്. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ മൂപ്പര് നേരെ ചെന്നു കൂട്ടുകാരോട് പറഞ്ഞു, വടിയൊക്കെ റെഡിയാക്കി കാത്തു നിൽക്കാണ്. കാരണം പോയിരിക്കുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാ. പോയി കഴിഞ്ഞ കാര്യം സാധിച്ചിട്ട് തിരിച്ചു വരുള്ളൂ. അതുകൊണ്ട് കൂട്ടുകാരുടെ അടുക്കലേക്ക് ഓടിച്ചെന്നിട്ട് പറഞ്ഞു, നല്ലതുപോലെ അടിക്കടാന്ന് പറഞ്ഞു. ശരിക്കടിച്ചോളാൻ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, പറയേണ്ട കാര്യമില്ലല്ലോ. നല്ല അടി കിട്ടി. എല്ലാ ഭാര്യമാർക്കും, മോശപ്പെട്ട സ്വഭാവ വൈകല്യം ഉള്ളതാകുന്ന ഭാര്യമാർക്കൊക്കെ നല്ല അടി കിട്ടി. ദീനിന്റെ വിഷയങ്ങൾ പറഞ്ഞിട്ട് മാറി നിൽക്കുന്ന സഹോദരിമാർ, നമസ്കരിക്കാൻ പറഞ്ഞിട്ട് എനിക്ക് നമസ്കരിക്കാൻ ഇപ്പൊ പറ്റൂല, എനിക്ക് അശുദ്ധിയാണെന്ന് പറഞ്ഞുകൊണ്ട് ശുദ്ധിയുള്ള സമയത്ത് പോലും കളവ് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന സഹോദരിമാര് ഇന്നും നമുക്കിടയിലുണ്ട്. ശുദ്ധിയുണ്ട്, പക്ഷേ അശുദ്ധിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു റക്അത്തും കൂടെ എങ്ങനെയെങ്കിലും കട്ട് ചെയ്യുക, മാറി നിൽക്കുക. ലുഹറിന്റെയും അസറിന്റെയും ഇടയിൽ വെച്ചുകൊണ്ട് അവൾക്ക് ആർത്തവ രക്തം മുറിഞ്ഞാൽ, പീരീഡ് ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമായും അസർ നമസ്കാരത്തിന് മുമ്പ് തന്നെ അവൾക്ക് ലുഹർ നമസ്കരിക്കാനും കുളിച്ച് ശുദ്ധീകരിച്ച് നമസ്കരിക്കാനുള്ള സമയമുണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് കുളിച്ച് ആ നമസ്കാരം കൂടി അവൾ നമസ്കരിക്കൽ നിർബന്ധമാണ്. ആരെവിടെ ശ്രദ്ധിക്കുന്നത്? ഏത് സഹോദരിമാരാ ശ്രദ്ധിക്കുന്നത്? കുളിച്ചിട്ട് അടുത്ത വക്കത്ത് പോലും കരിക്കുന്നവരുടെ കാര്യമാണെങ്കിൽ മാത്രം അങ്ങനെ പറയുന്നത്. നമ്മളൊക്കെ നമസ്കാരമുള്ളവരാണ്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ലുഹറിന്റെയും അസറിന്റെയും ഇടയിൽ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്, ഒരു മിസാൽ പറഞ്ഞതാണ്. ഇതുപോലെ അസറിന്റെയും മഗ്രിബിന്റെ ഇടയിലും ശുദ്ധിയായാലും അപ്രകാരം തന്നെ ഏതൊരു വഖത്തിന് ശേഷമാണ് ശുദ്ധിയാകുന്നത്, ആ വഖത്തിന് ശേഷം തന്റെ കുളിക്കും അതുപോലെ തന്നെ നമസ്കാരത്തിനുമുള്ള സമയമുണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് ആ നമസ്കാരം കുളിച്ച് ശുദ്ധിയായി നമസ്കരിക്കണം. ഇതാണ് പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാം. ഇങ്ങനെ നമസ്കാരത്തെ പോലും നമസ്കരിക്കാതെ അലംഭാവം വെക്കുന്ന എത്രയോ സഹോദരിമാരുണ്ട്. ശുദ്ധിയുള്ള സമയത്ത് പോലും അശുദ്ധിയാണെന്ന് പറഞ്ഞ് കളവ് നിൽക്കുന്നവർ. അത്തരത്തിലുള്ള സഹോദരിമാരൊക്കെ അന്ന് നല്ല അടി അങ്ങോട്ട് കിട്ടി. നല്ല അടി എന്ന് പറഞ്ഞാൽ അതിശക്തമായ രീതിയിൽ അടി കിട്ടി. രാവിലെ സുബൈ നമസ്കാരം കഴിഞ്ഞ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകൻ സുബൈ നമസ്കാരം കഴിഞ്ഞ് വെളിയിലേക്ക് വരുമ്പോ ഒരു കൂട്ടം സഹാബിയത്തുകളാകുന്ന വനിതകൾ കടന്നു വന്നുകൊണ്ട് നബിയോട് പരാതിപ്പെടുകയാണ്. റസൂലുള്ളാഹിയോട് പരാതി പറയാ, നബി അവിടുന്ന് പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഭർത്താക്കന്മാർ ഞങ്ങളെ വന്ന് അടിച്ചു കളഞ്ഞു. ഞങ്ങളുടെ കയ്യനക്കാൻ മേല, നോക്ക് കാലനക്കാൻ മേല, വല്ലാത്ത ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വന്നു വരാതി. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖമങ്ങ് ചുവന്ന് തുടുക്കുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് ചോദിക്കുകയാണ്, ഐന ഉമറു, ഐന ഉമറു.
സ്വഹാബത്തെ സാബത്തെ ഉമറവിടെ സാബത്തെ ഉമറവിടെ സാബത്തെ ഈ പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടാക്കിയത് ഉമറാണല്ലോ എന്ന അർത്ഥത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ അന്വേഷിക്കുകയാണ്. പള്ളിയുടെ പുറത്ത് ചെരുപ്പ് തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ അടുക്കലേക്ക് കൂട്ടുകാർ ചെന്നിട്ട് പറയുകയാണ്, ഉമറേ, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഹബീബായ നബി തങ്ങളുടെ അടുക്കലേക്ക് മന്നം കടന്നു വന്നുകൊണ്ട് നബി തങ്ങളുടെ അടുക്കലേക്ക് ചെന്നിട്ട് പറയുകയാണ്, ലബ്ബൈക യാ റസൂലല്ലാഹ് വഅഫു യാ ഹബീബല്ലാഹ്, ലബ്ബൈക യാ റസൂലല്ലാഹ് അഫ്വൻ യാ ഹബീബല്ലാഹ്. നബിയേ അവിടത്തേക്ക് ഇതാ ഉത്തരം ചെയ്തിരിക്കുന്ന പാവപ്പെട്ട ഉമർ, എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ പൊറുത്തു തരണേ നബിയേ, പൊരുത്തപ്പെട്ട് തരണേ യാ റസൂലല്ലാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറയുകയാണ്, ഉമറേ, അടിക്കുന്നതിന് മുമ്പ് ചില നിബന്ധനകളുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് നീ കേട്ടിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുകയാണ്, വല്ലാഹി മാ സമഅതു യാ റസൂലല്ലാഹ്. നബിയേ ഞാൻ അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഞാൻ കേട്ടിട്ടില്ല നബിയേ, ഞാൻ കേട്ടിരുന്നില്ല നബിയേ. ശരിയാണ്, സത്യത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അത് കേട്ടിട്ടില്ല. അടിക്കാന്ന് പറഞ്ഞപ്പോ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഓടിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ അടിക്കുന്നതിന് മുമ്പ് ചില നിബന്ധനകളുണ്ട് എന്ന് റസൂലുള്ളാഹി പറഞ്ഞത് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കേട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം കുറ്റക്കാരനല്ല. സ്വഹാബത്ത് ആരും കുറ്റക്കാരല്ല, അമ്പിയാക്കൾ കുറ്റക്കാരല്ലാത്തതുപോലെ തന്നെ ഒരാളും ഒരു പാപം പോലും ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കണം. അഹ്ലുസുന്നയുടെ അജയരാകുന്ന പ്രവർത്തകരാകുന്ന നമ്മൾ നിർബന്ധമായും അങ്ങനെ വിശ്വസിക്കുന്നവരാണ്. കാരണം അങ്ങനെയാണെങ്കിലല്ലോ ഖുർആൻ അവരെ കൊണ്ട് അല്ലാഹു സംതൃപ്തിപ്പെട്ടു എന്ന് പറയേണ്ടതുള്ളൂ. കളവ് പറയുക, തെറ്റ് ചെയ്യുന്ന ആളുകളെ കൊണ്ട് അല്ലാഹു എങ്ങനെ തൃപ്തിപ്പെടുക? ഏതുമായിക്കോട്ടെ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഖുർആനിന്റെ ആയത്തും കൊണ്ട് ഓതി കൊടുക്കുക. ഏത് ആയത്താണ് ഇറങ്ങിയത് അതുകൊണ്ട് ഓതി കൊടുക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ بما فضل الله بعضهم على بعض وبما أنفقوا من أموالهم فالصالحات قانتات حافظات للغيب بما حفظ الله واللاتي تخافون نشوزهن فعظوهن واهجروهن في المضاجع واضربوهن فإن طعنكم فلا تبغوا عليهن سبيلا إن الله كان عليا كبيرا. പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ സൂറത്തുൻ നിസാ എന്നാണ് ആ സൂറത്തിന്റെ പേര്. അന്നിസാ, സ്ത്രീകൾ എന്നാണ് ആ ഖുർആനിന്റെ സൂക്തത്തിന്റെ പേര് തന്നെ. 114 സൂറത്തുകളാണ് ഖുർആനിൽ. ഇവിടെ ശ്രദ്ധിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ശ്രദ്ധിക്ക്. ഇന്ന് ചാനലുകളിൽ കയറിയിരുന്നിട്ട് മുസ്ലിം സഹോദരിമാര് യാതൊരുവിധ മടിയുമില്ലാതെ, ഉളുപ്പില്ലാതെ, നാണമില്ലാതെ ആലിമീങ്ങൾക്കെതിരെ, സംഘടനകൾക്കെതിരെ, പരിശുദ്ധ ദീനിന്റേതാകുന്ന അജയ്യരാകുന്ന ഉലമാക്കൾക്കെതിരെ ഘോരഘോരം ശബ്ദിക്കുകയാണ്. മോശപ്പെട്ട കമന്റുകൾ രേഖപ്പെടുത്താണ്. ദീനിൽ ഞങ്ങൾക്കൊരു സ്വാതന്ത്ര്യവുമില്ല, പർദ്ദയ്ക്കുള്ളിൽ ഞങ്ങളെ തളച്ചിടപ്പെടുന്നു, പാവപ്പെട്ടതാകുന്ന സഹോദരിമാരാണ് ഞങ്ങൾ, ഞങ്ങളുടെ വീടിന്റെ അകത്തലങ്ങളിൽ മക്കളുടെ കാര്യങ്ങൾ നോക്കി, ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കി അടുക്കളയിൽ മാത്രം തളച്ചിടപ്പെടുന്നു എന്നുള്ള വാദം ഉന്നയിക്കുന്നതാകുന്ന ഉമ്മമാര് പഠിച്ചു വെക്കേണ്ടത് പരിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തിന്റെ പേര് തന്നെ അന്നിസാ, സ്ത്രീകൾ എന്നാണ് ആ ഖുർആനിലെ അധ്യായത്തിന്റെ പേര്. ഖുർആനിൽ എവിടെയും അർരിജാൽ, പുരുഷന്മാർ എന്ന് പറഞ്ഞുകൊണ്ടൊരു അധ്യായം തന്നെ ഇല്ല.
സ്ത്രീകൾക്ക് വേണ്ടി ഒരു അധ്യായം, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുത്ത മതമാണ് പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാം. സ്ത്രീകൾ എവിടെയാണ് തളച്ചിടപ്പെടുന്നത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിക പ്രബോധനമായി കടന്നു വരുമ്പോ ആ കാലഘട്ടത്തിന്റെ പേര് തന്നെ ഡാർക്ക് ഏജ് എന്നായിരുന്നില്ലയോ, ഇരുണ്ട യുഗമെന്നായിരുന്നില്ലയോ? ആ കാലഘട്ടത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് പ്രവാചകൻ പറയുകയാണ്, പച്ചയ്ക്ക് സ്ത്രീകൾ ജനിച്ചു വീണാല് പച്ചയ്ക്ക് കുഴിച്ചു മൂടിയിരുന്നതാകുന്ന കാലഘട്ടത്തില് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നിട്ട് പറയുകയാണ്, ചെയ്യരുതേ സാബത്തെ, ചെയ്യരുതേ സാബത്തെ. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഏറ്റവും വലിയ പാതകമാണ് നബി മുഹമ്മദ് റസൂലുള്ളാഹി. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പാവപ്പെട്ട സഹോദരിമാർക്ക്, മുസ്ലിം എന്ന് മാത്രമല്ല അമുസ്ലിമീങ്ങളാകുന്ന സഹോദരിമാർക്ക് വരെ, നിരീശ്വരവാദികളും യുക്തിവാദികളും എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ പഠിച്ചു വെച്ചോളിൽ, നിങ്ങളുടെ ഉമ്മമാരും നിങ്ങളുടെ അമ്മമാരും നിങ്ങളുടെ സഹോദരിമാരും അടക്കമുള്ള എല്ലാ സഹോദരിമാരെയും ഈ ലോകത്ത് ജീവിക്കാൻ വിട്ടത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നതിന് ശേഷമാണ്. അതുകൊണ്ടാണ് നൂറുൻ അലാ നൂർ, പ്രകാശത്തിന്റെ മേൽ പ്രകാശമാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നതിന് ശേഷമാണ് സ്ത്രീകൾക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഈ ഭൂമുഖത്ത് കൊടുത്തത്. അതിനു മുമ്പ് സ്ത്രീകൾ ജനിച്ചു വീണാൽ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, മുസ്വദ്ദൻ വഹുവ ഖളിയും, മുഖം വല്ലാതെ കറുത്ത് കരുവാളിക്കുമായിരുന്നു അത്രേ ഉപ്പമാരുടെയും കുടുംബാദികളുടെയും എന്ന് പരിശുദ്ധ ഖുർആൻ. പറയാണ്, ഞാൻ എന്റെ വാക്കല്ലേ ഈ പറയുന്നത്, ഖുർആൻ പറഞ്ഞാലോ. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് പെണ്ണ് ജനിച്ചു വീണാൽ സന്തോഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഉപ്പമാരെ എത്തിച്ചു നബിയുനാ റസൂലുള്ളാഹി. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, ഒരു പെണ്ണ് ജനിച്ചു വീണാൽ ആ പെണ്ണിനെ സംരക്ഷിക്കണേ, ആ പെണ്ണിന് ദീനീ ബോധം കൊടുക്കണേ, ദീനീ അറിവ് കൊടുക്കണേ. എത്രത്തോളം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ, ലാ തുസ്കിനൂഹുന്ന ഫിൽ ഉറഫാ വലാ തുഅല്ലിമൂഹുന്നൽ കിതാബ് വഅല്ലിമൂഹുന്ന സൂറത്തൻ നൂർ വഅല്ലിമൂഹുന്ന സൂറത്തൻ നൂർ വഅല്ലിമൂഹുന്ന സൂറത്തൻ നൂർ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന HMD കോളനിയിലുള്ളതായ പാവപ്പെട്ട ഉപ്പമാരെ പഠിച്ചു വെക്കണേ. നമുക്ക് നമ്മുടെ പെൺമക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണ്ടയോ? പരിശുദ്ധ പ്രവാചകനെ പഠിപ്പിക്കുകയാണ്, ലാ തുസ്കിനൂഹുന്ന ഫിൽ ഉറഫാ, നിങ്ങളുടെ പെൺമക്കളെ നിങ്ങൾ വീട്ടിൽ താമസിപ്പിക്കരുതേ, വീട്ടിൽ ഒറ്റയ്ക്ക് താമസിപ്പിക്കരുതേ. വീട്ടിൽ ഒരു റൂം ഉണ്ടാവുകയും ആ റൂമിലേക്ക് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോള്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോള്, അവളതാ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണുമായിട്ട് ഒറ്റയ്ക്കൊരു റൂമിലേക്ക് മാറിയിരിക്കുകയാണ്. വാപ്പ ഉറങ്ങുകയാണ്, ഉമ്മ ഉറങ്ങുകയാണ്, നാട്ടുകാരുറങ്ങുകയാണ്, അയൽവാസികൾ ഉറങ്ങുകയാണ്, ആങ്ങളെ ഉറങ്ങുകയാണ്, ഉമ്മമാരുറങ്ങുകയാണ്. ആരും അറിയാതെ പാതിരാത്തിന്റെ നിറവില്, നിശബ്ദതയുടെ നിശീതതയില്, കൂരിരുട്ടിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് കാമുകനുമായിട്ടുള്ളതായ ചാറ്റിങ്ങും ഫോൺ വിളികളുമായി നമ്മുടെ മക്കളെ മാറാതിരിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, ലാ തുസ്കിനൂഹുന്ന ഫിൽ ഉറഫാ. സഹാബത്തെ, നിങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന സഹോദരിമാരെ, നിങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന പെൺമക്കളെ ഒറ്റക്കൊരു റൂമിൽ താമസിപ്പിക്കരുത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. 1400 വർഷം മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറഞ്ഞത് ഇന്ന് ഈ കൊച്ചു കേരളത്തിൽ പുലർന്നില്ലയോ? ഇന്ന് കുടുംബങ്ങൾ, അന്തരീക്ഷങ്ങൾ മാറിയില്ലയോ? പാതിരാത്രി സമയമായിട്ടും തന്റെ മൊബൈൽ ഫോൺ ചലിച്ചു കൊണ്ടിരിക്കുകയാണ്, വാപ്പയുറങ്ങുകയാണ്, കുടുംബാദികൾ ഉറങ്ങിക്കിടക്കുകയാണ്. ഒരു പുതപ്പിന്റെ കീഴിൽ കിടന്നുകൊണ്ട് കാമുകനുമായി ചാറ്റിംഗ് നടത്തുന്ന പെണ്ണിന്റെ ധീരരോധനങ്ങള് വാപ്പയറിയുന്നില്ല, ഉമ്മ അറിയുന്നില്ല. അവളുടെ വർത്തമാനം ഏത് നിലയ്ക്കാണ് പോകുന്നതെന്ന് ഒരു വാപ്പയ്ക്കും അറിയാൻ സാധിക്കുന്നില്ല. വാതിന് വേണ്ടി HMD കോടതിയിലേക്ക് കടന്നു വരുമ്പോ, വാതിന് വേണ്ടി വാപ്പ ക്ഷണിക്കുമ്പോ, ഉമ്മ ക്ഷണിക്കുമ്പോ, എനിക്ക് തലവേദനയാണ്, കൈവേദനയാണ്, കാലുവേദനയാണ്, എനിക്കൊരുപാട് പഠിക്കാനുണ്ട്, എനിക്കൊരുപാട് എഴുതാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്, കളവ് പറഞ്ഞുകൊണ്ട് വീട്ടിലിരിക്കുന്ന മക്കളില്ലയോ? ലാ തുസ്കിനൂഹുന്ന ഫിൽ ഉറഫാ, ഒറ്റക്കൊരു റൂമിൽ അവളെ താമസിപ്പിക്കരുത് എന്ന് നബിയുനാ റസൂലുള്ളാഹി.
സല്ലല്ലാഹു അലൈഹി വസല്ലം അവൾ ഒരുപക്ഷെ കാമുകനുമായി ചാറ്റിങ്ങിലായിരിക്കാം, ഒരുപക്ഷെ മോശപ്പെട്ട തലത്തിലേക്കായിരിക്കാം അവളുടെ സമയത്തെ കൊണ്ടുപോകുന്നത്. മക്കൾക്ക് ദീൻ കൊടുക്കണം. പെൺമക്കളെ വെറുതെ ജീവിക്കാൻ വിട്ടാൽ മാത്രം പോരാ, അവളെ ഇൽമിന്റെ മജ്ലിസിൽ ഇൽമുമായിട്ടുള്ള കണക്ഷൻ ബന്ധപ്പെടുത്തണം. നബിയുനാ റസൂലുള്ളാഹി. ഇതൊക്കെ ആരാ പറഞ്ഞു വരുന്നത്? നബി മുഹമ്മദ് റസൂലുള്ളാഹി. പെൺകുട്ടികൾ കൊടുക്കുന്ന സ്വാതന്ത്ര്യമാണ്. എങ്ങനെ സ്വാതന്ത്ര്യം കൊടുക്കണം? ദീൻ പഠിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. ദീൻ പഠിക്കാനുള്ള. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുകയാണ്, വലാ തുഅല്ലിമൂഹുന്നൽ കിതാബ് വലാ തുഅല്ലിമൂഹുന്നൽ കിതാബ്. നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന പെൺമക്കൾക്ക് ഭൗതിക അറിവ് മാത്രം നൽകരുതേ. ആത്മീയമാകുന്ന അറിവ് മക്കൾക്ക് കൊടുക്കാതെ പെൺമക്കൾക്ക് നിങ്ങൾ ഭൗതികമാകുന്ന അറിവ് മാത്രമായി ആൺമക്കളെ പോലെ നിങ്ങൾ നൽകരുതേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം